ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് ന്യൂ മറൈൻ ഡ്രൈവിലാണ്. ന്യൂ മറൈൻ ഡ്രൈവ് മുതൽ ഓൾഡ് മറൈൻ ഡ്രൈവ് വരെയുള്ള ഒരു നടത്തമാണ് ഇന്നത്തെ വീഡിയോയിൽ. 2000-2010 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ മിക്ക മലയാള സിനിമകളിലെ സോങ് സീക്വൻസുകളിൽ മറൈൻ ഡ്രൈവ് കാണിക്കാറുണ്ട്. ആ ലൊക്കേഷൻസ് കൂടിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ കാണുന്ന വഴി മറൈൻ ഡ്രൈവിൻ്റെ നോർത്ത് എൻഡിലേക്ക് കയറുന്ന എൻട്രൻസ് ആണ്. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഗോശ്രീ പാലവും റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കെട്ടോളം ബ്രിഡ്ജും നമുക്ക് കാണാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് മറൈൻ ഡ്രൈവിൻ്റെ നോർത്ത് എൻഡായ ഗോശ്രീ പാലത്തിൻ്റെ അടുത്താണ്. ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ ഉണ്ട് സൗത്ത് എൻഡ് വരെ. മറൈൻ ഡ്രൈവിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ് നടന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വരുന്നത്. പുതിയ ഗാർഡനൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. കൂടാതെ അവിടുത്തെ ബെഞ്ചുകളൊക്കെ മാറിയിട്ടുണ്ട്. പഴയ ബെഞ്ചുകളൊക്കെ മാറി പുതിയ ബെഞ്ചൊക്കെ ആക്കിയിട്ടുണ്ട്. നമ്മളപ്പോൾ മറൈൻ ഡ്രൈവിൻ്റെ നോർത്ത് എൻഡിൽ നിന്ന് സൗത്ത് എൻഡിലേക്ക് ഒന്ന് നടക്കുവാണ്. മറൈൻ ഡ്രൈവിന് അബ്ദുൽ കലാം മാർഗ് എന്ന് പേര് നൽകിയിട്ട് കുറച്ച് നാളായി. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കലാം സാറിൻ്റെ കോട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോർത്ത് എൻഡിൽ നിന്ന് സൗത്ത് എൻഡിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് കാണുന്നത് കെട്ടുവള്ളം ബ്രിഡ്ജാണ്. അതിനുശേഷമുള്ളത് റെയിൻബോ ബ്രിഡ്ജ്. ഏറ്റവും ലാസ്റ്റ് കാണുന്നത് ചീനവല ബ്രിഡ്ജുമാണ്. ഗോശ്രീ പാലത്തിൻ്റെ അവിടെ നിന്ന് നടക്കുമ്പോൾ മറൈൻ ഡ്രൈവിൻ്റെ 1ാമത്തെ ബ്രിഡ്ജ്. ഇതിൻ്റെ പേരാണ് കെട്ടുവള്ളം ബ്രിഡ്ജ്. മറൈൻ ഡ്രൈവിൽ ഒരുപാട് ക്രൂയിസ് ബോട്ട് സർവീസ് ഉണ്ട്. പല റേറ്റിലുള്ള എൻ്റർടൈൻമെൻറ്റ് പാക്കേജുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റും പ്രൈവറ്റ് സെക്ടറിലുള്ള ബോട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോഴും ഇവിടെ റിനോവേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നടന്ന് ചെല്ലുന്നത് ഹൈക്കോർട്ട് ബോട്ട് തിയേറ്ററുടെ അടുത്തേക്കാണ്. മറൈൻ ഡ്രൈവിൻ്റെ ഫസ്റ്റ് ഫേസ് എറണാകുളം ബോട്ട് തിയേറ്റർ മുതൽ ഹൈക്കോർട്ട് ജംഗ്ഷൻ വരെയായിരുന്നു. മറൈൻ ഡ്രൈവിൻ്റെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഹൈക്കോർട്ട് ജംഗ്ഷൻ മുതൽ ഗോശ്രീ പാലം വരെയാണ്. അവിടെയാണ് ഇപ്പോൾ ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മലയാള സിനിമയിൽ മറൈൻ ഡ്രൈവിൻ്റെ സാന്നിധ്യം ഒരുപാട് സന്ദർഭങ്ങളിലുണ്ട്. റൊമാൻറ്റിക് സീൻസിൽ, സോങ് സീക്വൻസിൽ, കോമഡി രംഗങ്ങളിൽ തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് മറൈൻ ഡ്രൈവ് കാണാൻ പറ്റും. സുരേഷ് ഗോപിയുടെ ചുക്കാൻ സിനിമയുടെ ടൈറ്റിൽ സീനിലും മറൈൻ ഡ്രൈവിൻ്റെ ആദ്യകാല രൂപം കാണിക്കുന്നുണ്ട്. വിനയൻ സാർ സംവിധാനം ചെയ്ത വെള്ളി നക്ഷത്രം എന്ന സിനിമയിലെ ഒരു സോങ് സീക്വൻസ് ഈ ഒരു ബ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ CID മൂസയിലെ ഗാനരംഗവും ജയറാമേട്ടൻ്റെ മയിലാട്ടം സിനിമയിലെ ഗാനരംഗമൊക്കെ ഈ ഒരു ബ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള GCDയുടെ ഷോപ്പിംഗ് കോംപ്ലക്സും കാര്യങ്ങളൊക്കെയാണ്. GCD കോംപ്ലക്സ് വെച്ച് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഹരിഹർ നഗർ, സുന്ദരപുരുഷൻ തുടങ്ങി ഒരുപാട് സിനിമകൾ GCD കോംപ്ലക്സിൻ്റെ അകത്ത് വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എറണാകുളത്തെ ആദ്യകാല മാളാണ് ബേ പ്രൈഡ് മാള്. ഈ കാണുന്നതാണ് ചീനവല ബ്രിഡ്ജ്. ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്.
നമ്മളിപ്പോൾ ചീനവല ബ്രിഡ്ജിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ചിൽഡ്രൻസ് തിയേറ്റർ പാർക്കാണ്. ആ കാണുന്ന ഓപ്പൺ തിയേറ്ററാണ്. ആ ഓപ്പൺ തിയേറ്ററിൻ്റെ അവിടെ ഓഡിയൻസ് ആയിട്ടിരിക്കുന്നത് മായാവി, രാജു, രാധയും, കുട്ടൂസനും, ഡാഗിനി, ലുട്ടാപ്പിയൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ നടന്നു ചെല്ലുന്നത് മറൈൻ ഡ്രൈവിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയ എറണാകുളം ബോട്ട് ജെട്ടിയിലേക്കാണ്. ഇവിടെ നിന്നാണ് വൈപ്പിനും ഫോർട്ട് കൊച്ചിക്കൊക്കെ ബോട്ടുകളുള്ളത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു വഴി ഷൺമുഖ റോഡിൽ നിന്ന് മറൈൻ ഡ്രൈവിലേക്കുള്ള എൻട്രൻസ് ആണ്. നമ്മൾ മറൈൻ ഡ്രൈവിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.